നമുക്കിന്ന് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലേക്കുള്ള ആപ്ലിക്കേഷനുകൾ എങ്ങനെ റിമോട്ട്ലി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. അതായത് നമുക്ക് ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളതെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു പെട്ടെന്ന് നല്ലൊരു ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്ന സമയത്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്യണമെന്ന് തോന്നുകയാണ്, ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് തോന്നുകയാണ്. മൊബൈൽ നമ്മുടെ കൈവശമില്ല, വീട്ടിലാണ്. നമുക്ക് എങ്ങനെ നമ്മുടെ ആ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് മൊബൈലിലേക്ക് ആ ആപ്ലിക്കേഷൻ നമുക്ക് അന്നേരം തന്നെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ് നിങ്ങളുമായിട്ടിവിടെ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പ്ലേ സ്റ്റോറിലുള്ള ID ഏതാണോ, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്ന ID ഏതാണോ ആ ID തന്നെയായിരിക്കണം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ടത്. കമ്പ്യൂട്ടറിൽ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാം. പ്ലേ സ്റ്റോറിൻ്റെ ഓപ്ഷൻ, പ്ലേ സ്റ്റോർ ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ID കൊടുത്ത് ഇവിടെ ലോഗിൻ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ കാണാം. നിങ്ങളുടേതായിട്ടുള്ള ID കൊടുത്ത് നിങ്ങൾ ഇവിടെ ആയിട്ട് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ഏത് ID-യിലാണോ ഉപയോഗിക്കുന്നത് ID വെച്ചിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക. ID ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടേതായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കത് സെലക്ട് ചെയ്യും. അതിനായിട്ട് ആപ്സ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഏതാണോ ആവശ്യമുള്ളത്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണോ അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേര് കൊടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ശേഷം ഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ആ ID ഉപയോഗിച്ചിട്ട് മറ്റു നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ അല്ലാതെ വേറെ ഏതെങ്കിലും മൊബൈലിൽ ആ ID ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ കാണിക്കും. 2 മൊബൈലുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊബൈൽ മാത്രം ചൂസ് ചെയ്യാം. എല്ലാ 2 വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. ആപ്പ് പെർമിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഫൈൻഡർ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയത്. അത് ഇവിടെ ഡിവൈസിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെയായിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇപ്പോൾ ചെറിയൊരു ഫയലാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡൗൺലോഡായിട്ട് വന്നു. ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഫൈൻഡർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ എൻ്റെ സ്ക്രീനിലായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷനായിരുന്നു നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തന്നെ മൊബൈലുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് ദൂരെയുള്ളൊരു മൊബൈലാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ ചെയ്യാം. പക്ഷേ ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ് എന്ന് മാത്രം. ഇനി ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇല്ല എങ്കിൽ ഇൻ്റർനെറ്റ് കണക്ഷനിൽ ഏത് സമയത്താണോ അത് കണക്ട് ആവുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതുമാണ്. ഇതുപോലെ നിങ്ങൾക്ക് ദൂരെയുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ വൈഫിനോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റോ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം, ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സഹായിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി.